ഇന്ന് 2 ബണ്ടിൽ സെല്ലോഫൻ ഷീറ്റ് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ 2 ടൈപ്പിലാണ് കൊറിയർ അയക്കൽ. അപ്പോൾ സെല്ലോഫൻ ഷീറ്റ് മാത്രം ഓർഡർ കിട്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ ആണ് കേട്ടോ പാക്ക് ചെയ്തിട്ട് അയക്കൽ. ഇതുപോലെ അയക്കും നമുക്ക് കസ്റ്റമറിന് സെല്ലോഫൻ ഷീറ്റ് വലിയ ചുളിവും മടക്കൊന്നും ഇല്ലാതെ സെൻഡ് ആക്കാനായിട്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ സെല്ലോഫൻ ഷീറ്റ് ഒക്കെ ഇതേപോലെ മേലക്കാക്കിയിട്ട് എന്നിട്ട് അതിനെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ബബിൾ റാപ്പ് വെച്ചിട്ട് ആ ഒരു റോളിനെ ഇതിൽ വെച്ചിട്ട് ഒന്നും കൂടെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഒന്നും കൂടെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ ബബിൾ റാപ്പും കൂടെ ഇതേപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു. അതിനുശേഷം ഇതേപോലെയുള്ള ബ്രൗൺ ടാപ്പ് വെച്ചിട്ട് അത് മൊത്തത്തിൽ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്ത് നമ്മൾ ആ ഒരു റോളില് നമ്മുടെ അഡ്രസ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ സ്റ്റിക്കറിലുള്ള പ്രിന്റാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുമ്മേ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖമാണ്. എന്നിട്ട് ആ അഡ്രസ്സിന് മേലെ വീണ്ടും ട്രാൻസ്പെറന്റ് സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പേര് മായിന് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള 2ാമത്തെ ടൈപ്പ് പാക്കിങ് ഇതാണ്. സെല്ലോഫൻ ഷീറ്റ് മാത്രമല്ലാതെ ബാക്കിയുള്ള ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സെല്ലോ ഷീറ്റ്സ് വല്ലാണ്ട് ഫോൾഡ് ആക്കാതെ ജസ്റ്റ് നല്ല വീതിയുള്ള ബോക്സിൽ ആക്കി വെക്കലാണ് കേട്ടോ. എന്നിട്ട് അതിന്റെ മേലെ ബാക്കി ഐറ്റംസ് പറഞ്ഞു വന്നത് മാക്സിമം ചുളിവില്ലാത്ത രീതിക്കാണ് കേട്ടോ പാക്ക്. അപ്പൊ നമ്മുടെ പേജിൽ ഒരുപാട് പ്രിന്റ്സിൽ സെല്ലോഫിൻ ഷീറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമ്മളിത് സെയിലാക്കുന്നുണ്ട്. വേണം എന്നുള്ളവര് DM ചെയ്താൽ മതി.